എപ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? സ്വസ്ഥത നമ്മിൽ നിന്ന് മാറുന്ന എപ്പോഴാണ്? നമ്മുടെ സമാധാനം കുറയുമ്പോഴാണ്. സമാധാനം നഷ്ടമാകുമ്പോൾ നമ്മൾക്ക് അസ്വസ്ഥത ആരംഭിക്കും. സമാധാനം കുറയുന്നത് എപ്പോഴാണ്? നമ്മുടെ മൈൻഡിന്റെ കോൺഫിഡൻസ് കുറയുമ്പോൾ. ബൈബിൾ ഭാഷയെ പറഞ്ഞ ദൈവസാന്നിധ്യം നമ്മളെ വിട്ട് അകലുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകൾ ആരംഭിക്കുകയാണ്. ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലും തോറും സ്വസ്ഥതയുള്ളവരായി നമ്മൾ മാറുകയാണ്. ദൈവത്തോട് അകലുമ്പോൾ നമ്മൾ ടെൻസ്ഡ് ആകും, നമ്മൾ അസ്വസ്ഥരാകും, ഒരുപാട് ആകുലങ്ങൾ നമ്മളെ പിടികൂടും. കുടുംബ ബന്ധത്തിലുള്ളവരുടെ സ്വസ്ഥത അകലുമ്പോൾ അവർ ജീവിതം പിരിയാനായി ചിന്തിക്കും. വ്യക്തിപരമായി സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ, ഒടുവിൽ വരുമ്പോൾ മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ള ചിന്തകളിലേക്കൊക്കെ പോകും. അപ്പൊ ചുരുക്കത്തിൽ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കയറുന്നത്? അതിന് കാരണമാണ് പിശാചിന്റെ ഇടപെടൽ. പിശാച് കലഹിപ്പിക്കുന്നവനാണ്, പിശാച് ഛിദ്രിപ്പിക്കുന്നവനാണ്, പിശാച് ബന്ധങ്ങളെ അകറ്റുന്നവനാണ്, ഇരുട്ടിൽ ആക്കുന്നവനാണ്. അതുകൊണ്ടാണ് ചേർന്ന് വരാൻ കഴിയാതെ ബന്ധങ്ങളൊക്കെ അകറ്റിക്കളയുന്നു, ഛിദ്രിപ്പിക്കും. ആമേൻ. പിശാച് മരണത്തിലേക്കാണ് ഒരു വ്യക്തിയെ ആകുലങ്ങളിലേക്ക് കൂടെ കടത്തിവിട്ട് മരണത്തിലേക്ക് കൊണ്ടുപോകാനാണ് പിശാച് നോക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവാണ് സമാധാനത്തിന്റെ പ്രഭു. യേശുക്രിസ്തു കടന്നു വരുമ്പോൾ ആ ഛിദ്രിപ്പെല്ലാം മാറി, മരണചിന്തയെല്ലാം മാറി, നമ്മൾ സമാധാനത്തിലാകും, സ്വസ്ഥതയുള്ളവരായി മാറും. ഏത് സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ദൈവിക ധൈര്യം ദൈവം നമുക്ക് നൽകിത്തരും. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തിൽ ജീവിക്കുവാനാണ്, സമാധാനത്തിന്റെ വാഴ്ച അനുഭവിക്കുവാനാണ്. ഛിദ്രിപ്പിന്റെ വാഴ്ചകൾ, കലഹത്തിന്റെ വാഴ്ചകൾ, ശാപത്തിന്റെ വാഴ്ചകൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അഴിഞ്ഞുമാറി സമാധാനത്തിന്റെ ഒരു വാഴ്ച നിങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3:15 ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴ്ച നടത്തട്ടെ. ദൈവം അതിനുവേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴ്ച നടത്തട്ടെ. ഇന്ന് ഭയവും ഡിപ്രഷനും ആകുലതയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിനെ വാഴ്ച നടത്തുന്നെങ്കിൽ ആ വാഴ്ചയെ അകറ്റിക്കളയുവാനായി ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് വേറെ വഴികളൊന്നുമില്ല. യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി വേറെ നേർച്ച കാഴ്ച ഒന്നുമില്ല. യേശുവെ അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ അല്ലാത്തെല്ലാം മാറിക്കൊണ്ടിരിക്കും. പിന്നെ കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സത്യത്തിന്റെ വഴിയിലേക്ക് നടക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് റോമലേഖനത്തിൽ 16:20 എഴുതിയിരിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവം, അങ്ങനെ ഒരു വാക്കുണ്ട്, സമാധാനത്തിന്റെ ദൈവം. ദൈവം സമാധാനത്തിന്റെ ദൈവം, കലഹത്തിന്റെ ദൈവമല്ല. സമാധാനത്തിന്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. അപ്പൊ സാത്താന്റെ പരിപാടി കലഹത്തിന്റെ ആത്മാവാണ്. സമാധാനത്തിന്റെ ദൈവം കലഹത്തിന്റെ ആത്മാവിനെ കാൽക്കീഴെ ചതച്ചു കളയും. അതെ, നിങ്ങളുടെ ഭവനത്തിൽ അത് നടക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ നാളുകളായി സ്വസ്ഥത എടുത്തു കളഞ്ഞിട്ടുള്ള, സമാധാന അന്തരീക്ഷം കെടുത്തിക്കളഞ്ഞിട്ടുള്ള ദുഷ്ടപിശാചിന്റെ പ്രവൃത്തികളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, യോഹന്നാൻ ലേഖനത്തിൽ 1 യോഹന്നാൻ 3:9 എഴുതിയിരിക്കുന്ന പോലെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അഴിച്ചു കളയട്ടെ. പിശാച് കാലങ്ങളായി നിങ്ങളുടെ ഹൃദയത്തിനകത്തും നിങ്ങളുടെ കുടുംബത്തിനകത്തും കൂട്ടിവച്ചിരിക്കുന്ന, കുടിയിരിപ്പ് നടത്തി വാഴ്ച നടത്തുന്ന സകല ദുഷ്ടപ്രവർത്തികളെയും അഴിച്ചു കളയുവാനാ യേശു ക്രിസ്തു ദൈവപുത്രൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ മേൽ അത് വാഴ്ച നടത്തുമ്പോൾ, ദൈവത്തിന്റെ പുത്രന്റെ അധികാരം വെളിപ്പെടുമ്പോൾ പിശാചിന്റെ മുഴുവൻ പ്രവൃത്തികളെയും കർത്താവ് അഴിച്ചു കളയും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരും. ആമേൻ. ക്രിസ്തുവിന്റെ സമാധാനം വാഴ്ച നടത്തും നിങ്ങളുടെ ഭവനത്തിൽ.
ഹല്ലേലൂയ. യേശു തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്റെ സമാധാനം ഉണ്ടാകുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നില്ല. യോഹന്നാൻ 16:33 ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് യോഹന്നാൻ 14:21 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പം സമാധാന പ്രഭു എന്നാണ് യേശുവിന്റെ പേര്. യേശു സമാധാനം നൽകുന്നു, നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേൻ. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. ഈ സമാധാനത്തിന്റെ ദൈവം, സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനമായിരിക്കാം, ഇതെല്ലാം കർത്താവിൽ നിന്ന് വരുന്ന. അതിന്റെ നേരെ വിപരീതമാണ് പിശാച് കൊണ്ടുവരുന്നത്. എത്രയോ ഭവനങ്ങളെ പിശാച് മുടിച്ചു കളഞ്ഞിരിക്കുന്നു. എത്രയോ വ്യക്തികളെ ചതിച്ചു കളഞ്ഞ് മരണത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞു. എത്രയോ കുടുംബ ബന്ധങ്ങളെ ഛിദ്രിപ്പിലൂടെ തന്ത്രപരമായി അകറ്റിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവമുണ്ട് നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ, ഒരുമിപ്പിക്കുവാൻ, സ്വസ്ഥതയിൽ ജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന സമാധാനത്തിന്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. 1 കൊരിന്ത്യർ 14:33 എഴുതിയിട്ടുണ്ട്, ദൈവം കലഹത്തിന്റെ ദൈവമല്ല, ചിത്രിപ്പിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചെന്നാണ് 1 കൊരിന്ത്യർ 7:15 പറയുന്നത്. സമാധാനത്തിന്റെ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. സമാധാനം ആചരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ. സമാധാനത്തിന്റെ ഒരു ഒഴുക്ക് നിങ്ങളിൽ നിന്ന് അനേകരിലേക്ക് പുറപ്പെടട്ടെ. നിങ്ങളെ കാണുന്നവർ സമാധാനം അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളിലൂടെ ദൈവത്തിന്റെ സമാധാനം ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കട്ടെ. ഇനി നിങ്ങളുടെ വീടിനകത്ത് ഉള്ള സമാധാനം കൂടെ കെടുത്തി, സ്വസ്ഥത കെടുത്തി കളഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ചവരെ പോലെ എല്ലാ കലഹങ്ങളും ഛിദ്രിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പിശാചിന്റെ ശക്തികളുണ്ട്. ആ വാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ അവസാനിക്കട്ടെ. ഒരു സമാധാന വാഴ്ച ഉണ്ടാകട്ടെ. സമാധാന ജീവിതം ദൈവം തരട്ടെ. സമാധാനത്തോടെ സംസാരിക്കുവാൻ, സമാധാനം പ്രഖ്യാപിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആകുലപ്പെട്ട പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാതെ സ്വസ്ഥത മറിഞ്ഞു പോകുന്നു, വേദനയിലായി പോകുന്നു. എന്നാൽ കർത്താവേ, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഈ മക്കളുടെ ഹൃദയങ്ങളിൽ വന്നു വാഴുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ കാര്യങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് മക്കൾക്കൂടെ എഴുന്നേൽക്കും, അത്ഭുതം പ്രവർത്തിക്കും. ഇവരാകുലപ്പെടുന്ന, ഭയപ്പെടുന്ന, സകല അസമാധാനം കൊള്ളുന്ന സകല പ്രശ്നങ്ങളും മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥത നൽകും, സമാധാനം ഇവർ അനുഭവിക്കും. ദൈവത്തിന്റെ വിടുതലിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം സമാധാനത്തിന്റെ ദൈവം ഇറങ്ങി വന്ന് ഈ മക്കൾക്ക് സ്വസ്ഥത നൽകണം. അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവിക സൊല്യൂഷൻ നൽകണം. ഇന്ന് ആ ഒരു വിടുതൽ അനുഭവിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന ജനത്തെ എല്ലാം അങ്ങനെ സമാധാന വിടുതലിനായി, സമാധാനത്തിന്റെ ജീവിതത്തിനായി സമർപ്പിക്കും. കർത്താവ് അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളിൽ വലിയ സമാധാനവും അതിന്റെ വാഴ്ചകളും നൽകിത്തരും. പിശാചിന്റെ സകല പ്രവർത്തികളെ ദൈവം അഴിച്ചുകളയും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണമേ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.